നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള സർക്കാർ പുറത്തിറക്കിയ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ധവളപത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം നമ്മുടെ ഖജനാവിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് കൃത്യമായ കണക്കുകളിലൂടെ ബോധ്യപ്പെടുത്തുന്ന ഒരു രേഖയാണിത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഷിനോദും പങ്കുചേരുന്നുണ്ട്. ഷിനോദ്, ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ പ്രതിബദ്ധതയുള്ള ചെലവുകളെ കുറിച്ചാണ്. വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ശമ്പളത്തിനും പെൻഷനും പലിശയ്ക്കുമായിട്ട് മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നമ്മുടെ ബജറ്റിന്റെ ഭൂരിഭാഗവും ഈ വഴിക്ക് പോകുന്നത് നമ്മുടെ വികസനത്തെ ബാധിക്കില്ലേ? നമുക്ക് ചർച്ച ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായും ബാധിക്കും ഹരിപ്രിയ. ഈ റിപ്പോർട്ടിലെ ഏറ്റവും ആശങ്കാജനകമായ കണക്ക് നീ സൂചിപ്പിച്ചത് തന്നെയാണ്. കേരളത്തിന്റെ നിർബന്ധമായ ചെലവുകൾ അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അതായത് ശമ്പളം, പെൻഷൻ, കടത്തിന്റെ പലിശ എന്നിവ മാത്രം വരുമാനത്തിന്റെ 77.6% വരുന്നുണ്ട്. ഇതിനർത്ഥം ഖജനാവിലേക്ക് വരുന്ന ഓരോ 100 രൂപയിലും ഏതാണ്ട് 77 രൂപയും ഈ ആവശ്യങ്ങൾക്കായി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. വികസന പ്രവർത്തനങ്ങൾക്കോ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ വേണ്ടി കേവലം 23% മാത്രമാണ് അവശേഷിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും മൂലധന ചെലവുകളെയും സാരമായി ബാധിക്കും. കേരളത്തിന്റെ മൂലധന ചെലവ് GSDP-യുടെ വെറും 1.3% മാത്രമാണ്, 1.34% മാത്രമാണ്. ഷിനോദ് പറഞ്ഞതൊരു വസ്തുതയാണെങ്കിലും കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലം നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം മികച്ച വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, പിന്നെ അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷിതത്വം എന്നിവ നൽകുന്നതിൽ കേരള ഒരു മോഡൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിനായി തന്നെ വലിയൊരു ഔദ്യോഗിക സംവിധാനം തന്നെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ പലിശ ചെലവ് വളരെ ഉയർന്നതാണ് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ 20% ഏകദേശം ഇത് വരുന്നത്. മുൻകാലങ്ങളിലെ കടമെടുപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പലിശ ഭാരം കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ആകെ കടബാധ്യത ഇപ്പോൾ 5.7 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിനാൽ തന്നെ ചെലവുകൾ ഒതുക്കുന്നതിനൊപ്പം തന്നെ ആഭ്യന്തര വരുമാനം കൂട്ടുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോംവഴി എന്ന് പറയുന്നത്. ഹരിപ്രിയ പറഞ്ഞത് ശരിയാണ്. എന്നാൽ മറ്റൊരു പ്രധാന വിഷയം കിഫ്ബിയാണ്. ബജറ്റിന് പുറത്തു നിന്ന് വലിയ തോതിൽ പണം സമാഹരിച്ച് വികസനം നടത്താമെന്നതായിരുന്നു മുൻ നയം. എന്നാൽ കിഫ്ബിയുടെ വായ്പകൾ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലാക്കിയ CNAG-യുടെ കണ്ടെത്തൽ വലിയ തിരിച്ചടിയായി. കിഫ്ബിയുടെ നിലവിലെ സാമ്പത്തിക ബാധ്യത എന്താണെന്ന് ഹരിപ്രിയയ്ക്ക് അറിയാമോ? കിഫ്ബി വഴി വലിയ തോതിൽ വികസനം നടത്താൻ കഴിഞ്ഞു എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ CNAG ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷം അതിന്റെ ഘടനയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ് ഇല്ലാത്തതിനാൽ തന്നെ ഈ വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. അതിനാൽ ഇത് സംസ്ഥാനത്തിന്റെ ഒരു നേരിട്ടുള്ള കടമായി തന്നെ കൂട്ടണമെന്നാണ് CNAG വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ കിഫ്ബിക്ക് ഏകദേശം ഒരു 25,000 കോടി രൂപയുടെ വായ്പാ ബാധ്യതയാണുള്ളത്. കൂടാതെ ഭരണാനുമതി നൽകിയിട്ടുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ ഏകദേശം ഇനിയും 35,000 കോടി രൂപ കൂടി ആവശ്യമുണ്ട്. ചുരുക്കത്തിൽ 56,000 കോടി രൂപയുടെ വലിയൊരു ബാധ്യതയാണ് നമ്മുടെ സംസ്ഥാനത്തിന് മുന്നിലുള്ളത്. കിഫ്ബിയുടെ വലിയൊരു പോരായ്മ ഈ ധവളപത്രം കൃത്യമായി കാണിക്കുന്നുണ്ട്. ഗവൺമെന്റ് നേരിട്ട് കടമെടുക്കുന്നതിനേക്കാൾ 1 മുതൽ 1.5% വരെ ഉയർന്ന പലിശ നിരക്കിലാണ് കിഫ്ബി വിപണിയിൽ നിന്ന് പണം സമാഹരിച്ചത്. ഇത് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് അത് സംസ്ഥാനത്ത് വരുത്തി വെച്ചിരിക്കുന്നത്. കൂടാതെ കിഫ്ബി ഫണ്ടിന്റെ വിതരണത്തിൽ പ്രാദേശികമായ വലിയ അസന്തുലിതാവസ്ഥയുണ്ടെന്നും പരാതിയുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിൽ മാത്രം ആകെയുള്ള ഫണ്ടിന്റെ 20.4% തുക അനുവദിക്കുകയും തിരുവനന്തപുരത്തേക്കാൾ ഉയർന്ന തുകയാണ് കണ്ണൂരിന് കൊടുത്തിരിക്കുന്നത്. 19.1% പേയ്മെന്റുകൾ റിലീസ് ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം 17%, എറണാകുളം 11%, കണ്ണൂർ 20% എന്നീ 3 ജില്ലകൾ മാത്രം ഏതാണ്ട് പകുതിയോളം ഫണ്ട് കൈക്കലാക്കി. മാനവ വികസന സൂചികയോ സാമ്പത്തിക പിന്നാക്കാവസ്ഥയോ നോക്കാതെയുള്ള ഈ ഫണ്ട് കേന്ദ്രീകരണം വലിയൊരു പാളിച്ചയാണ്. ഈ കിഫ്ബി ബാധ്യതകൾക്ക് പുറമെ മറ്റൊരു വലിയൊരു തലവേദന എന്ന് പറയുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. കാരണം KSRTC ആണെങ്കിലും അല്ലെങ്കിൽ KSEBL ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും ഒക്കെ വരുത്തി വെക്കുന്ന വലിയൊരു നഷ്ടം സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നാണ് സർ കരുതുന്നത്. റിപ്പോർട്ടിൽ ഇതിന് എന്തെങ്കിലും പരിഹാര നിർദ്ദേശങ്ങളുണ്ടോ? ഉണ്ട് ഹരിപ്രിയ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം, അക്യുമുലേറ്റഡ് ലോസ് 2021-22 31,571 കോടിയിൽ നിന്ന് 2024-25 ആകുമ്പോഴേക്ക് 72,880 കോടിയിലേക്ക് കുതിച്ചുയർന്നു. ഇതിൽ വലിയൊരു പങ്കും വരുത്തിവെക്കുന്നത് KSRTC, KSEB, കേരള വാട്ടർ അതോറിറ്റി എന്നിവയാണ്. ഈ നഷ്ടം കാരണം ഇവയ്ക്ക് സർക്കാരിലേക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. വായ്പാ തിരിച്ചടവ് കുടിശ്ശികയിൽ KSRTC മാത്രം 11,678 കോടി രൂപയും വാട്ടർ അതോറിറ്റി 3,929 കോടി രൂപയും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത് സബ്സിഡികൾ സ്ഥാപനങ്ങൾക്ക് ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് പകരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് സബ്സിഡി നൽകുന്ന രീതിയിലേക്ക്
മാറണമെന്നാണ്. ഇതിൽ KSEBിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതിയുടെ വെറും 21% മാത്രമാണ് നമ്മൾ ഇന്റേണലി ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ള 80% പുറത്തുനിന്ന് ഉയർന്ന വിലയ്ക്ക് തന്നെ വാങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതിന്റെ ചെലവ് പൂർണ്ണമായിട്ടും താരിഫിലൂടെ ഈടാക്കാൻ കഴിയാത്തതും വലിയൊരു നഷ്ടത്തിന് കാരണമായിട്ടുണ്ട്. എങ്കിലും റിപ്പോർട്ടിൽ വളരെ പ്രായോഗികമായിട്ടുള്ള മറ്റൊരു നിർദ്ദേശം ഉണ്ട്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷനെയും അതേപോലെ തന്നെ വലിയ നഷ്ടത്തിലുള്ള സപ്ലൈകോയെയും തമ്മിൽ ലയിപ്പിച്ചിട്ട് ഒരൊറ്റ കോർപ്പറേഷൻ ആക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബിവറേജസിന്റെ ലാഭത്തിൽ നിന്ന് വലിയൊരു തുക കേന്ദ്രത്തിന് ഇൻകം ടാക്സ് ആയി കൊടുക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ പണം സപ്ലൈകോയുടെ നഷ്ടം നികത്താൻ ഉപയോഗിക്കാനും കഴിയും. ഇത് സർക്കാരിന്റെ സബ്സിഡി ബാധ്യത കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. പൊതുമേഖലയിലെ നഷ്ടം പോലെ തന്നെ ഗൗരവമുള്ള മറ്റൊരു കാര്യമുണ്ട് ഹരിപ്രിയ. ധനപ്രതിസന്ധി കാരണം സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ടിൽ വലിയ കുറവുണ്ടായതായും ഇത് ദളിത്, ആദിവാസി, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതികളെ ബാധിച്ചതായും ധവളപത്രത്തിൽ പറയുന്നുണ്ട്. ഇത് ഈ ധവളപത്രത്തിലെ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ സർക്കാർ ആദ്യം വെട്ടിക്കുറയ്ക്കുന്നത് പ്ലാൻ ഫണ്ടുകൾ തന്നെയാണ്. കേരളത്തിന്റെ ആകെ ചെലവിൽ പ്ലാൻ ഫണ്ടിന്റെ വിഹിതം 2017-18 23.18% നിന്ന് ഇപ്പോഴത്തേക്ക് 17.55% കുറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളാണ്. ഇപ്പൊ SC, ST, OBC, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള പ്ലാൻ വിഹിതം ആകെ പ്ലാൻ ചെലവിന്റെ 2018 9.24% ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് വെറും 3.85% കൂപ്പുകുത്തിയിരിക്കുന്നത്. ഭരണഘടനാപരമായ ലക്ഷ്യങ്ങൾ പോലും ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ ഹരിപ്രിയ, ഇത് വളരെ കൃത്യമാണ്. കിഫ്ബി പോലുള്ള സമാന്തര സംവിധാനങ്ങൾ വഴി വലിയ തുകകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെലവഴിച്ചപ്പോൾ അതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊജക്റ്റുകൾക്ക് നൽകിയത് ആകെയുള്ള ഫണ്ടിന്റെ വെറും 0.07% ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഇത് വെറും 0.04% ആണ്. അതായത് വലിയ പ്രൊജക്റ്റുകളിൽ ഈ ജനവിഭാഗങ്ങൾക്ക് വലിയ പങ്കാളിത്തം ലഭിച്ചില്ല. ആസൂത്രണ ബോർഡിന്റെയും പ്ലാൻ ഫണ്ടിന്റെയും പ്രസക്തി കുറഞ്ഞതാണ് ഇതിന് കാരണം. സാമൂഹ്യനീതിയും വികേന്ദ്രീകൃത ആസൂത്രണവും മുറുകെ പിടിച്ച കേരള മോഡലിന് ഈ ഫണ്ട് കുറവ് വലിയൊരു വെല്ലുവിളിയാണ്. വസ്തുതാപരമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക ഘടന വലിയൊരു പുനഃക്രമീകരണം ആവശ്യപ്പെടുന്നുണ്ട്. കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ കർശനമാക്കിയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തര നികുതി പിരിവ് കാര്യക്ഷമമാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ പ്രൊഫഷണലായി പുനഃസംഘടിപ്പിക്കുക, കിഫ്ബിയുടെ ബാധ്യതകൾ കൃത്യമായി കൈകാര്യം ചെയ്യുക എന്നിവയാണ് ഇനി മുന്നോട്ടേക്കുള്ള നമ്മുടെ വഴി. ജനക്ഷേമ പദ്ധതികളെ ബാധിക്കാതെ സ്വകാര്യ സഹകരണ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന് പുതിയൊരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കൂ എന്ന് ഈ ധവളപത്രം അടിവരയിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഉയർത്തുന്ന ചോദ്യങ്ങളിൽ വലിയൊരു സാമ്പത്തിക യാഥാർത്ഥ്യം അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.